ബംഗ്ലാദേശ് വിസ സേവനങ്ങൾ പൂർണ്ണതോതിൽ പുനരാരംഭിക്കാനൊരുങ്ങി ഇന്ത്യ. കൂടിയാലോചനകൾ ആരംഭിച്ചെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യക്കാർക്കുള്ള വിസ സേവനങ്ങൾ ഫെബ്രുവരിയിൽ ബംഗ്ലാദേശ് പുനഃസ്ഥാപിച്ചിരുന്നു. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന്. അർജുൻ, ഗുഡ് മോർണിംഗ് അഗൈൻ. എന്തൊക്കെയാണ് വിവരങ്ങൾ അർജുൻ? ഉന്മേഷ്, അമൃത, ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം അത് വീണ്ടും ശക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും കൂടി നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി ഖലീലുർ റഹ്മാൻ ഇന്ത്യയിലേക്ക് എത്തിയ സമയത്ത് അദ്ദേഹം വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥരുമായിട്ട് നിരവധി ചർച്ചകൾ നടത്തിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും വിസ നടപടികൾ, വിസ സർവീസുകൾ പുനരാരംഭിക്കുന്നതിനെ സംബന്ധിച്ചായിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ തന്നെ ഇന്ത്യക്കാർക്കുള്ള എല്ലാ വിസ സർവീസുകളും, അതായത് എല്ലാ വിഭാഗ ഇന്ത്യക്കാർക്കുമുള്ള വിസ സർവീസുകളും നേരത്തെ തന്നെ ഫെബ്രുവരിയിൽ തന്നെ ബംഗ്ലാദേശ് പുനരാരംഭിച്ചിരുന്നു. ഇനി ഇന്ത്യയും ഇതേ പാത പിന്തുടരാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണെന്നുള്ളൊരു സൂചനയാണ് നിലവിൽ എന്തായാലും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടുത്ത ഏതാനും ആഴ്ചകൾക്കകം തന്നെ ഘട്ടം ഘട്ടമായിട്ടായിരിക്കും ബംഗ്ലാദേശികൾക്കുള്ള വിസ സേവനങ്ങൾ ഇന്ത്യ പുനരാരംഭിക്കുക. നമുക്കറിയാം, ഇതിനോടകം തന്നെ ഇന്ത്യയിൽ നിരവധി ബംഗ്ലാദേശികളുടെ അറസ്റ്റ് നടക്കുന്നുണ്ട്. നിയമവിരുദ്ധമായി ഇന്ത്യയിൽ തങ്ങുന്നവരുടെ എല്ലാം തന്നെ അറസ്റ്റ് നടക്കുന്നുണ്ട്. അവരെല്ലാം തന്നെ തിരിച്ച് ബംഗ്ലാദേശിലേക്ക് നാട് കടത്തുന്നുണ്ട്. മാത്രമല്ല, പുതിയൊരു ബംഗ്ലാദേശ് സർക്കാർ രൂപീകരിച്ചതിന് ശേഷം ഈ ബന്ധം വീണ്ടും പുനഃസ്ഥാപിക്കാൻ വേണ്ടി, ശക്തമാക്കാൻ വേണ്ടിയുള്ള ചില നടപടികൾ ഇന്ത്യ നടത്തി വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ആണ് ഇപ്പോൾ എന്തായാലും ബംഗ്ലാദേശികൾക്കുള്ള വിസ സർവീസുകൾ കൂടി പൂർണ്ണ തോതിൽ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളിലേക്ക് ഇന്ത്യ കൂടി നടക്കുന്നത്. നിലവിൽ ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ഈ ഡൽഹിയിലുള്ള ബംഗ്ലാദേശ് എംബസി, അതുപോലെ തന്നെ മുംബൈയിലും ചെന്നൈയിലും ബാംഗ്ലൂരിലുമുള്ള കോൺസുലേറ്റ് ജനറലുകൾ, ഇവിടെയെല്ലാം തന്നെ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ വിസ സേവനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇന്ത്യയാണ് ബംഗ്ലാദേശികൾക്കുള്ള ആ ഒരു വിസ സേവനങ്ങൾ കൂടി പുനരാരംഭിക്കേണ്ടത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ചർച്ചകൾ നേരത്തെ പുതിയ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ഓം ബിർളയും അതുപോലെ തന്നെ വിദേശകാര്യ സെക്രട്ടറി വി കെ മിശ്രയും പോയ സമയത്ത് അവിടെയും ചർച്ചയായി എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ എന്തായാലും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. എന്തായാലും അടുത്ത കുറച്ച് നാളുകൾക്കകം തന്നെ, ഒരു ആഴ്ചകൾക്കകം തന്നെ ആ സർവീസുകൾ കൂടി പൂർണ്ണ തോതിൽ പുനരാരംഭിക്കും എന്നുള്ള കാര്യമാണ് ഇപ്പോഴെന്തായാലും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. അതൊരു ആദ്യ പടിയാണ്. വിസ സർവീസുകൾ പുനരാരംഭിച്ചതിന് ശേഷം മറ്റു കാര്യങ്ങൾ, സാമ്പത്തിക ഊർജ്ജ സഹകരണം കൂടി ശക്തമാക്കാൻ വേണ്ടിയിട്ടും അതിലേക്കുള്ള ചർച്ചകളിലേക്കും ഇന്ത്യയും ബംഗ്ലാദേശും കടക്കുമെന്നുള്ള കാര്യം ഇപ്പോൾ ഇന്ത്യയിലുള്ള ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണറും വ്യക്തമാക്കുന്നുണ്ട്, പ്രതിനിധിയും വ്യക്തമാക്കുന്നുണ്ട്. അതിലൂടെ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ സാധിക്കുമെന്നുള്ള കാര്യമാണ് ബംഗ്ലാദേശും ഇന്ത്യയും ഒരുപോലെ വ്യക്തമാക്കുന്ന കാര്യം. അർജുൻ പീതാംബരനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.